ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇത് 100% എഫക്റ്റീവാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നെയിൽ പോളിഷ് റിമൂവർ പോലെ തന്നെ ഇരിക്കും. നെയിൽ പോളിഷ് റിമൂവർ വൈപ്പായിരിക്കും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 5 പൈസ നമുക്ക് ചിലവില്ല. വീട്ടിലെപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഇത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രത്തോളം എളുപ്പമാണ് കേട്ടോ. 1 മിനിറ്റ് പോലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പാഴാക്കണ്ട. ഒരിക്കൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇനി പുറത്ത് പോയിട്ട് നെയിൽ പോളിഷ് റിമൂവർ വൈപ്പ് നിങ്ങൾ വാങ്ങില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വൈറ്റ് പേപ്പറാണ്. ഞാനിപ്പോൾ ഒരു ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ടിഷ്യൂ പേപ്പറൊന്നും എടുക്കരുത് കേട്ടോ. ടിഷ്യൂ പേപ്പർ എടുത്താൽ പെട്ടെന്ന് തന്നെ കീറിപ്പോവും. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബോക്സാണ്. ചെറിയ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, പക്ഷേ എയർ ടൈറ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഈ പേപ്പർ പാത്രത്തിനകത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര വൈപ്പാണോ ഉണ്ടാക്കേണ്ടത് അത്രയും പേപ്പർ എടുത്തോളൂ കേട്ടോ. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വലുതായി പോയി, കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എപ്പോഴും ഉള്ള സാധനമാണ് സാനിറ്റൈസർ. അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ എടുക്കാം കേട്ടോ. ഒന്നുകിൽ സാനിറ്റൈസർ എടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ എടുക്കുക. ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള സാനിറ്റൈസർ ആയിരിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ അതാണല്ലോ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. സാനിറ്റൈസർ ആണെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ആണെങ്കിൽ അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പേപ്പറിലും ആകുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ദാ പേപ്പർ ഇതുപോലെ ആയി വരും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന വൈപ്പ് പോലെ തന്നെ ആയി വന്നത് കണ്ടോ. ഇനി നമ്മൾ ഒരെണ്ണം എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കുക കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ എടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതുകൊണ്ട് നെയിൽ പോളിഷ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് സാധാരണ വൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം. നോക്കിയേ എന്ത് ഈസി ആയിട്ട് മാറുന്നെന്ന് കണ്ടോ, എന്ത് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നെന്ന്. ഇതുപോലെ തന്നെ അടുത്ത വിരലിലെ മായ്ക്കാം. അപ്പോൾ എല്ലാ വിരലിലെയും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി അല്ലേ? ഇത് എങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. എളുപ്പമല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.